ഉത്തരവാദിത്തപ്പെട്ട വേദിയിലാണ്, SKSFന്റെ യാത്രയിലാണ്, ഇത് റെക്കോർഡാണ്, ലോകം കാണുന്നുണ്ട്. ഞാൻ 2 ചോദ്യം ചോദിക്കുന്നു. ഒന്ന്, പ്രധാനമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രജിസ്ട്രേഷൻ 1934 നവംബർ 12-ാം തീയതി 1-ാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്നവരോട്, അങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു സംഘടന രൂപീകരിച്ചത്? അതേതാണ് സംഘടന? സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ. അത് രജിസ്റ്റർ ചെയ്ത് കോഴിക്കോട്ട് പ്രവർത്തിക്കുന്നു. 1990 106-ാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ. ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായി കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയാണ് സമസ്ത എന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ട് 1990 106-ാം നമ്പറായി കോഴിക്കോട്ട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ ആരുടേതാണ്? ഈ ചോദ്യത്തിന് മറുപടി പറയണം. ആ സംഘടനയുടെ വാർഷികം ആരാണ് ആഘോഷിക്കുക? ആ സംഘടനയുടെ പിന്തുടർച്ചക്കാർ അതിൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് ആരാണ്? ആ സംഘടനയുടെ ഇന്നത്തെ സെക്രട്ടറി ആരാണ്? എന്തടിസ്ഥാനത്തിലാണ്? രണ്ടാമത്തെ ചോദ്യം, അതിന് മറുപടി പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ചോദ്യം, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ കയ്യിലുണ്ട്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിൽ പറയുന്നു, ഈ സംഘത്തിൻ്റെ ആദർശപരമായ സംഘടനാപരമായ കടപ്പാട് 1990 106-ാം നമ്പറായി കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയോട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംഘടന സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണെന്ന് നിങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിൽ പറയുന്നുണ്ടെങ്കിൽ ആ സുന്നി ജംഇയ്യത്തുൽ ഉലമ ഏതാണ്? ഏതിൻ്റെ കീഴ്ഘടകമാണ്? സമസ്തയുടെ കീഴ്ഘടകമാണോ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമാണോ? സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമാണെങ്കിൽ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷികമല്ലേ നിങ്ങൾ ആഘോഷിക്കേണ്ടത്? സമസ്തയുടെ വാർഷികം ആഘോഷിക്കാൻ നിങ്ങൾക്ക് എന്താണ് അർഹത? ഇതൊന്നും ഇപ്പോൾ പറയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. ഞങ്ങൾ 100-ാം വാർഷികം ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് പ്രഖ്യാപിച്ചു. ഇനി 2 കൊല്ലത്തെ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ബാംഗ്ലൂർ വെച്ചുകൊണ്ട് ജനുവരി 28-ാം തീയതി തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഞങ്ങൾ സമ്മേളനം അങ്ങ് നടത്തിക്കോളും. നിങ്ങൾ സമ്മേളനം 100-ാം വാർഷികം പറഞ്ഞ് നിങ്ങൾ സൈഡിലൂടെ സമ്മേളനം നടത്തി പോകുന്നവർക്ക് പരാതിയില്ല. പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് നേരെ കേസുമായി ബന്ധപ്പെട്ട ഈ കോടതിയുമായി ബന്ധപ്പെട്ട പരാമർശം പരസ്യമായി ഈ വിവാദം നടത്താൻ പാടില്ലാത്ത സമയത്ത് നിങ്ങൾ എഴുന്നള്ളിച്ചതാണ് മറുപടി പറയാൻ ഞങ്ങൾ മുന്നോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ മുഴുവൻ ഭാരവാഹികളെയും പങ്കെടുത്ത യോഗത്തിൽ റഷീദ് ഫൈസി ആ യോഗത്തിലുണ്ട്. അവിടെ വെച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ പറഞ്ഞു, നമുക്ക് നേരെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ശരിയായ ഭാഗം ഏതാണെന്ന് എല്ലാ ഘടകങ്ങളും അവരുടെ വേദികൾ വിശദീകരിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് വിശദീകരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ വിഭാഗത്തിൻ്റെ തർക്കത്തിലേക്കൊന്നും പോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയും, നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട്, നിങ്ങൾ പ്രസംഗിച്ച് നടക്കുന്നത് കൊണ്ട്, ഞങ്ങൾ 100-ാം വാർഷികം നിങ്ങൾ നടത്തുന്നത് കൊണ്ടല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതുകൊണ്ട്. എൻ്റെ മൂന്നാമത്തെ ഒരു ചോദ്യം കൂടുണ്ട്. ആ ചോദ്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിച്ചോളാം. ആ ചോദ്യം ഇതാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികം നിങ്ങളാണ് ആഘോഷിക്കുന്നതെങ്കിൽ 1934 നവംബർ 12-ാം തീയതി കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ 1-ാം നമ്പർ രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ 100-ാം വാർഷികമാണ് നിങ്ങൾ ആഘോഷിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സംഘടനക്ക്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഭരണഘടന പ്രകാരം 1934 നവംബർ 12-ന് 1-ാം നമ്പർ രജിസ്റ്റർ ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോടാണ് ഇതിൻ്റെ മുഴുവൻ കടപ്പാടും, ഇതിൻ്റെ സ്വത്തുവകകൾ മുഴുവനും മടങ്ങുന്നത് ആ സമസ്തയിലേക്കാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്ത രേഖ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടോ? ഇനി അതല്ല, ഇപ്പോഴെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസക്ക്, ഏതെങ്കിലും ഒരു പള്ളിക്ക്, ഏതെങ്കിലും ഒരു സെന്ററിന്, ഏതെങ്കിലും ഒരു സംഘത്തിന് നിങ്ങൾ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ പരമാധികാരി, ഇത് സ്വത്തുവകകൾ തർക്കം വന്നാൽ ഇതിൻ്റെ മടങ്ങൽ, ഇതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ആദർശത്തിൻ്റെ പ്രതിബദ്ധത, അത് 1934 നവംബർ 12-ന് രജിസ്റ്റർ ചെയ്ത 1-ാം നമ്പർ രജിസ്റ്റർ ചെയ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായ
ബഹുമാനപ്പെട്ട ബാങ്ക് ഉസ്താദ് ജനറൽ സെക്രട്ടറിയായ ആ സംഘത്തോടാണ് ഇതിൻ്റെ പൂർണ്ണാധികാരം എന്ന് നിങ്ങളുടെ ഭരണഘടനയിൽ ഏതെങ്കിലും ഒന്ന് ഇനിയെങ്കിലും എഴുതി വെക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.